തകർത്ത് വിഷുണ്ട് വിഷുണ്ട് ഫാമിലിയായിട്ട് കാണുന്നത് നല്ല രസമുള്ള കുറെ പേരുണ്ടല്ലോ, എല്ലാരും അടിപൊളി. ഹാപ്പി ആവും കണ്ടു കഴിയുമ്പോ. ആ ഹാപ്പിനെസ് തന്നെയാണ് ഞാനും ഇപ്പോ. ഞാൻ 8 മാസം ഉണ്ടായിരുന്നു അവരുടെ കൂടെ. ഞാൻ ഈ പടത്തിൽ അസിസ്റ്റ് ചെയ്തേക്കായിരുന്നു. ഇഷ്ടപ്പെട്ടു. ഒന്നുകൂടെ കയറുന്നുണ്ട്. അടിപൊളി അടിപൊളി. നല്ലോണം നല്ലോണം പൊളിച്ചു തകർത്ത് വിഷുണ്ട് ആവേശം വിഷുണ്ട് തകർത്ത് അടുത്ത 100 കോടി. ഒരു രക്ഷയില്ല സെറ്റ് സൂപ്പർ മൂവി. അടിപൊളിയായിരുന്നു. അടിപൊളി 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 അടിപൊളി. അതോടെ നല്ലോണം നല്ല സൂപ്പർ സൂപ്പർ അടിപൊളി അടി. എല്ലാവരുമായിട്ടും എന്തോ ഫാമിലിയായിട്ട് കാണുന്നത് നല്ല രസമുള്ള സൂപ്പർ പടമായിരുന്നു. ഓ, അത് വേറെ ലെവലാണ്. ഫുൾ ടൈം എന്റർടൈൻമെന്റ് ആണ്. ഫുൾ പെർഫോമൻസും കാര്യങ്ങളൊക്കെ വൻ സൂപ്പറായിരുന്നു. നിറഞ്ഞാണ്. ഫുൾ ഫ്രെയിം പുള്ളിയായിരുന്നു. അതിൻ്റെ അകത്ത് വേറെ ആരെയും പുള്ളിനെ കവർ ചെയ്യാൻ പറ്റില്ല. അതുപോലെ പുള്ളി പെർഫോം ചെയ്യാൻ അടിപൊളി അടിപൊളി സൂപ്പർ 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 പടം. ഫഹദിന്റെ മാത്രമല്ല, കുറെ പേരുണ്ടല്ലോ, എല്ലാരും അടിപൊളി. ആ പടം കൊള്ളാം. ഇഷ്ടപ്പെട്ടു. മ്യൂസിക് അല്ല, ഒന്നും പറയാനില്ല, നമ്മളൊന്നും പറയാൻ ആളല്ല. അടിപൊളി സൂപ്പർ. എന്തോ അടിപൊളി പടം. ഞങ്ങൾ മലയാളി മങ്കീസ് അറിയില്ല തോന്നുന്നു. മലയാളി മങ്കീസ് എന്ന പേര് ബാൻഡ് പടത്തിൽ പാടിയിട്ടുണ്ട്. ആ ഊമ്പലും കഞ്ഞിമ്പറ പാട്ട് കേട്ടിട്ടുണ്ടോ? അത് ഞങ്ങളോ രണ്ടുപേര് പാടോ? ഏത് ഊമ്പലും കഞ്ഞിയാ പാടോ? കൂടെ പാടോ? ഫ്രാങ്കായി പറയാടാ, സെൻസർഷിപ്പില്ല, തുറന്ന് പറയാനലിയ എന്റെ ജീവിതം ഊമ്പലും കഞ്ഞിയുമായി എവിടെ പോയാലും ആകെ അപമാനമായി. പടം പൊളിയാണ്. എല്ലാരും പടം പോയി കാണാം. മാസ് പടം, തിയേറ്റർ എക്സ്പീരിയൻസ് പോയി കാണണം. വേറെ ലെവൽ. അത് സൂപ്പറാണെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. അത്ര സാധാരണ കാണുന്ന പോലെ അല്ല, ഭയങ്കര വ്യത്യാസത്തില് ഇതുവരെ എല്ലാവരുടെയും ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ടുള്ള വ്യത്യസ്തമായ. ഞാനും ആദ്യമായിട്ടാണ് ചെയ്യണ ഇതേപോലെ ഒരു ക്യാരക്ടർ. ഞാൻ അവരുടെ അതിനകത്തല്ല, പക്ഷെ അവരുടെ കൂടെ ഇൻഡിവിജ്വലി ബിബിയുടെ അമ്മയായിട്ടാണ്. അപ്പം എന്താ വെച്ചാൽ അത് അതെ നല്ല ഹാപ്പിയായിരുന്നു. ഭയങ്കര സന്തോഷം ആൻഡ് ഭാഗ്യം അതേപോലെ ഒരു പടത്തിന്റെ കൂടെ ചെയ്യാൻ പറ്റിയത്. ഇപ്പോഴും മാറിയിട്ടില്ല, എക്സൈറ്റ്മെന്റ് മാറിയിട്ടില്ല. പിന്നെ സൂപ്പർ ഒരു സംശയമില്ല. എല്ലാവർക്കും, പ്രത്യേകിച്ചും യങ്സ്റ്റേഴ്സിന്റെ പടമാണല്ലോ. അപ്പം എന്താ വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടം. ഹാപ്പി ആവും കണ്ടു കഴിയുമ്പോ. ആ ഹാപ്പിനെസ് തന്നെയാണ് ഞാനും ഇപ്പോ. ഇല്ല, അതെ മോത്തറിയില്ലേ, അതെ. പടം ഒരു വേറെ എക്സ്പീരിയൻസാ. ഫഹദിനെ ഇങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഒരു പുതിയ എക്സ്പീരിയൻസ് തന്നെ. ഞാൻ നല്ല എൻജോയ് ചെയ്തു. വെറൈറ്റി ആയിരുന്നു. ഇറ്റ് വാസ് ഡിഫറെന്റ്. എല്ലാരും പോയി തിയേറ്ററിൽ തന്നെ കാണും. ഇതുവരെ കാണാത്ത ഒരു പരിപാടിയാണ്. അതെ, അത് പടം നിങ്ങൾ കണ്ടു കഴിയുമ്പോ അത് മാറിക്കോളും. ഓക്കെ. ദ ബോയ്സ് അടിപൊളിയായിരുന്നു. ഞാൻ 8 മാസം ഉണ്ടായിരുന്നു അവരുടെ കൂടെ. ഞാൻ ഈ പടത്തിൽ അസിസ്റ്റ് ചെയ്തേക്കായിരുന്നു. സോ അതെ. അപ്പൊ എനിക്കൊരു വേറെ എക്സ്പീരിയൻസ് ആയിരുന്നു. അത് നിങ്ങളുടെ ക്രൗഡിന്റെ കൂടെ കണ്ടപ്പം അടിപൊളിയായിരുന്നു. നസരിയ ഉണ്ട്, വീട്ടിലുണ്ട്, ഹാപ്പിയാ. പടം കണ്ടു. ഞാൻ ചോദിച്ചില്ല, ഇനി വീട്ടിൽ പോയി ചോദിക്കാൻ. ഞാൻ കണ്ടില്ലായിരുന്നു. അതെ ബാംഗ്ലൂർ ലൊക്കേഷനിലൊക്കെ ഉണ്ടായിരുന്നു.
അറിഞ്ഞൂടാ. സോ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. വേറൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. തിയേറ്റർ കത്തും. അടിപൊളി. മീൻസ് ഐ റിയലി എൻജോയ്ഡ് വാച്ചിങ് ഇറ്റ്. യാ ഇറ്റ് വാസ് ഫൺ, വെരി ഫൺ. എനിക്ക് ആകെ 7 ദിവസം ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. ബട്ട് ഐ ഹാഡ് എ വെരി ഗുഡ് ടൈം. ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ക്രൂ ആണ് ഇവർ. അപ്പം എനിക്ക് ജിത്തുവിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്താ വെച്ചാൽ നമുക്ക് ഒത്തിരി സ്പേസ് തരും. ഇറ്റ്സ് ഓൾവേസ് ലോട്ട് ഓഫ് സ്പേസ് ടു ഇംപ്രൂവൈസ്. അപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഡയറക്ടറാണ് എനിക്ക്. അതുകൊണ്ട് മൈ എക്സ്പീരിയൻസ് റിയലി ഗുഡ്. യാ എത്തട്ടെ ഞാനൊന്നും പറയില്ല. പക്ഷെ പിന്നെ ഡെഫിനറ്റ്ലി എന്തായാലും മീൻസ് എല്ലാവരും പോയി കാണണം. എവറിബഡി ഗോ വാച്ച്, എൻജോയ്. അതിനുള്ളതുണ്ട്.